തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില ഡെവലപ്മെന്റ്സുകൾ നടക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് കൂടി ഒന്ന് പോകണം. ഞാൻ അതിനുശേഷം സാറിയിലേക്ക് മടങ്ങി വരാം. ക്രൈംബ്രാഞ്ച് മേധാവിയൊക്കെ തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടക്കുന്നു. ഞാൻ ഷീജയിലേക്ക് ഒന്ന് പോയതിനു ശേഷം സാറിയിലേക്ക് മടങ്ങി വരാം. വിമാനത്താവളങ്ങളിലടക്കം പ്രത്യേക നിരീക്ഷണം സിദ്ദിഖിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആ രീതിയിൽ നിരീക്ഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലുക്കൌട്ട് സർക്കുലർ ഉണ്ട്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഈ ലുക്കൌട്ട് സർക്കുലറിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇതിപ്പോൾ പുറത്തിറക്കിയതാണോ? നേരത്തെ സാലി മുഹമ്മദ് പറഞ്ഞൊരു കാര്യമുണ്ട്, 2 ആഴ്ച മുൻപും സിദ്ദിഖിന്റെ പേരിൽ ഒരു ലുക്കൌട്ട് സർക്കുലർ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ? തീർച്ചയായും മനു, ഏതായാലും 2 ആഴ്ച മുമ്പ് തന്നെ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം സിദ്ദിഖ് ഇവിടെ അതായത് കൊച്ചിയിൽ എത്തിയിരുന്നു. കൊച്ചിയിൽ എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒന്നുകൂടി ഈ ലുക്കൌട്ട് നോട്ടീസ് സംബന്ധിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ഇപ്പോൾ സിദ്ദിഖ് ഒളിവിൽ പോയ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് വിമാനത്താവളങ്ങളിലടക്കം അത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ SITയുടെ ഒരു സംഘം കൊച്ചിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ SITയുടെ സംഘത്തെ തന്നെ പ്രത്യേകമായി സിദ്ദിഖിനായിട്ടുള്ള അന്വേഷണത്തിന്, സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിരീക്ഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു ടീം കൊച്ചിയിലുള്ളത് കൊണ്ട് ഇവർ തന്നെയായിരിക്കും സിദ്ദിഖിനെ കണ്ടെത്തുകയാണെങ്കിൽ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുക. അത് മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഈ പ്രത്യേക സംഘം നീങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഷീജ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും, പോലീസിന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കുകയാണല്ലേ? തീർച്ചയായും എല്ലാ തരത്തിലും സിദ്ദിഖ് എവിടേക്ക് പോകാൻ സാധ്യതയുണ്ടോ അവിടങ്ങളിൽ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ഇതിനകം പോലീസിന്റെ സാന്നിധ്യം ആ രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം സിദ്ദിഖിന്റെ ഫോൺ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചാണ് പോലീസ് വന്നിരുന്നത്. പക്ഷെ സിദ്ദിഖ് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതിന് തൊട്ടു മുൻപായി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള സിദ്ദിഖിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ കൂടുതൽ സംശയത്തിലേക്ക് സിദ്ദിഖിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാരണം ആ രീതിയിൽ അതിനുശേഷമാണ് സിദ്ദിഖ് ഒളിവിൽ പോയത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ ഒളിവിൽ പോയതാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യം കൂടുതൽ ബലപ്പെടുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സിദ്ദിഖ് പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ടീം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു ടീം സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ലക്ഷ്യമാക്കി തന്നെ സിദ്ദിഖ് ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഹോട്ടൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി ഷീജ, ഞാൻ ഷീജയിലേക്ക് പിന്നീട് വരാം. നമുക്ക് എറണാകുളത്തേക്ക് തന്നെയാണ് മടങ്ങി പോകേണ്ടത്. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അതിനൊരു കൺഫ്യൂഷൻ വന്നത് കാരണം ഈ ചില മാധ്യമങ്ങൾ ഈ ലുക്കൌട്ട് സർക്കുലർ ഇപ്പോൾ പുറത്തിറക്കിയെന്ന രീതിയിൽ വാർത്തകൾ നൽകിയിരുന്നു. അപ്പോൾ അതിൽ മൊത്തത്തിലാകെ നമ്മളെല്ലാവരും കൺഫ്യൂഷനിലായി പോയി. സാലി പറഞ്ഞപ്പോൾ അതിൽ വ്യക്തത കൃത്യമായിട്ട് വന്നിരുന്നു. ഇപ്പോൾ ഷീജ അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം നൽകിയിരിക്കുകയാണ്. അതായത് ഈ പോകാനിടയുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും, അതുമാത്രമല്ല എല്ലാ മേഖലകളിലേക്കും പഴുതടച്ചുള്ള നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു പോലീസ് എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്.